ഹെർമൻ ഗുണ്ടർട്ട്. കേരളത്തിനും മലയാള ഭാഷയ്ക്കും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ ജർമ്മൻ ഭാഷാ പണ്ഡിതനായിരുന്നു റവറൻ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. ജർമ്മനിയിലെ സ്റ്റുട്ട്ഗാർട്ട് എന്ന സ്ഥലത്ത് 1814 ഫെബ്രുവരി 4 ജനിച്ചു. 1836 ജൂലൈ 7 ഇന്ത്യയിലെത്തി. മദ്രാസ് പ്രസിഡൻസിയുടെ വിവിധ ഭാഗങ്ങളിൽ മതപ്രചരണ സംബന്ധമായ ജോലികൾ നടത്തുന്നതിനിടയിൽ 1838 ഒക്ടോബർ 7 ഗുണ്ടർട്ടും ഭാര്യയും തിരുനെൽവേലിയിൽ നിന്നും തിരുവനന്തപുരത്തെത്തി താമസമാക്കി. തമിഴ്നാട്ടിലെ ഹ്രസ്വകാല ജീവിതത്തിനിടയിൽ തമിഴ് ഭാഷയിൽ പ്രസംഗ പാടവം നേടിയ ഗുണ്ടർട്ട് അതിവേഗം മലയാളവും പഠിച്ചു. ഹെർമൻ ഗുണ്ടർട്ടിനെ മലയാളം പഠിപ്പിച്ചത് ഊരാച്ചേരി ഗുരുനാഥന്മാരാണ്. തലശ്ശേരിക്കടുത്ത് ചൊക്ലിയിലെ കവിയൂറാണ് ഗുരുനാഥന്മാരുടെ ജന്മദേശം. ഇവരെക്കുറിച്ച് കേട്ടറിഞ്ഞ ഹെർമൻ ഗുണ്ടർട്ട് മലയാളം പഠിക്കാൻ ഇവരെ തേടിയെത്തുകയായിരുന്നു. താൻ താമസിച്ചിരുന്ന ഇല്ലിക്കുന്നിലേക്ക് ഊരാച്ചേരി ഗുരുനാഥന്മാരെ ക്ഷണിച്ചു കൊണ്ടുപോയായിരുന്നു ഗുണ്ടർട്ട് മലയാള ഭാഷയിൽ പ്രാവീണ്യം നേടിയത്. ഒരു സാധാരണ പാതിരിയായി പ്രവർത്തിച്ചെങ്കിലും ഭാഷാ പാണ്ഡിത്യത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ചരിത്രത്തിൽ അവിസ്മരണീയനായത്. 1868 എഴുതിയ മലയാളം വ്യാകരണം, 1872 ഗുണ്ടർട്ട് നിഘണ്ടു എന്ന മലയാളം ഇംഗ്ലീഷ് ഡിക്ഷണറി എന്നിവ വളരെ സുപ്രധാനമാണ്. ബൈബിൾ വേദപുസ്തകവും മലയാളത്തിലേക്ക് ഗുണ്ടർട്ട് പരിഭാഷപ്പെടുത്തി. ഭാഷാ വ്യാകരണത്തിൽ അദ്ദേഹം നടത്തിയ പഠനങ്ങൾ സംസ്കൃതേതരമായ ആദ്യത്തെ ആധികാരിക പഠനമായിരുന്നു. സ്വന്തമായി 2 പ്രസിദ്ധീകരണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇതിൽ രാജ്യസമാചാരം മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രവും ആനുകാലികവുമായി വിലയിരുത്തപ്പെടുന്നു. രണ്ടാമത്തെ പ്രസിദ്ധീകരണമായ പശ്ചിമോദയം വിജ്ഞാന സംബന്ധമായ ലേഖനങ്ങളിലായിരുന്നു ശ്രദ്ധ പതിപ്പിച്ചത്. സ്കൂളുകളിൽ പഠിപ്പിക്കാനായി മലയാളം, കന്നഡ, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ പുസ്തകങ്ങൾ എഴുതി അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചു. 1000 പഴഞ്ചൊൽ എന്ന പഴഞ്ചൊൽ ശേഖരം സമാഹരിച്ചതും ഇദ്ദേഹമാണ്. മലയാള ഭാഷാ വ്യാകരണം തലശ്ശേരി, മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു മംഗലാപുരം, മലയാള ഭാഷാ വ്യാകരണം മംഗലാപുരം, ത്രിഭാഷാ നിഘണ്ടു ഇംഗ്ലീഷ് ഹിന്ദി മലയാളം, ജർമ്മൻ മലയാള നിഘണ്ടു, ഗുണ്ടർട്ട് നിഘണ്ടു, പഴഞ്ചൊൽ മാല, 1000 പഴഞ്ചൊൽ, കാറ്റക്കിസം ഓഫ് മലയാളം ഗ്രാമർ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. അദ്ദേഹം ജർമ്മനിയിലെ കാൽ നഗരത്തിൽ വെച്ച് 1893 അന്തരിച്ചു. സാഹിത്യ നോബൽ ജേതാവായ ഹെർമൻ ഹെസ്സെ ഗുണ്ടർട്ടിൻ്റെ മകൾ മേരിയുടെ മകനാണ്.